ഇവിടെ ഒരു റോബോ ഒരു ഭ്രൂണത്തെ എടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗർഭപാത്രത്തിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യന്മാരെല്ലാവരും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഇപ്പൊ റോബോസ് മാത്രമാണ് ഉള്ളത്. ഈ ഒരു ഗർഭപാത്രത്തിൽ ആ കുഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ വളർന്ന് ഒരു കുഞ്ഞുവാവയായി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ റോബോ അതിനെ ഒരു അമ്മയെ പോലെ എല്ലാം ചെയ്തു കൊടുക്കാനും അതിന്റെ കാര്യങ്ങൾ നോക്കാനും തുടങ്ങി. കുഞ്ഞു വളരുന്നതിനനുസരിച്ച് അവൾക്ക് വേണ്ട കാര്യങ്ങളും എഡ്യൂക്കേഷനും എല്ലാം തന്നെ അത് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ആ കുട്ടിപ്പെണ്ണെ എല്ലാ ടെസ്റ്റിനും പാസ്സായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റോബോ അവളോട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ട ബ്രദറിനെ നീ തന്നെ തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഭ്രൂണത്തെ എടുക്കാൻ വേണ്ടി പറയാം. അവിടെ ആ ഒരു കുഞ്ഞു മാത്രമായിരുന്നില്ല, ഒരുപാട് കുഞ്ഞുങ്ങൾ ഉള്ളതായിട്ട് അവൾ കാണുന്നുണ്ടായിരുന്നു. അത് റെഡിയാകാൻ വേണ്ടി 24 മണിക്കൂർ ഉള്ളതുകൊണ്ടാണ് റോബോ പോയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അതേ സമയത്താണ് ആ പെണ്ണ് കാണുന്നത്. പിന്നീട് അതിലൂടെ നടക്കുമ്പോഴായിരുന്നു അവൾക്ക് ഒരു ഫയൽ കിട്ടിയത്. അതിലൊരു കുട്ടിപ്പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതിനെ അബോർട്ടഡ് എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ആ റോബോ ഇഷ്ടപ്പെട്ട രീതിയിൽ ആ ഒരു കുഞ്ഞായി മാറിയില്ലെങ്കിൽ അതിനെ കൊന്നുകളയും എന്നതിന് മനസ്സിലായി ആ പെൺകുട്ടിക്ക്. പിന്നീട് ആ റോബോനെ ആ പെൺകുട്ടി തന്നെ കൊന്നു കളയുന്നുണ്ട്. എനിക്ക് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞാൻ തന്നെ അമ്മയായിക്കോളാം, നീ അങ്ങനെ ആരെയും കൊന്നു കളയണ്ട എന്ന രീതിയിലായിരുന്നു അത്.